ഹായ്. ഇന്ന് എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. സാധാരണ രാവിലെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വേറൊന്ന്, അത് കഴിഞ്ഞാൽ വൈകിട്ട് വേറൊന്ന്, രാത്രി വേറൊന്ന്. അപ്പം അതങ്ങനെയൊക്കെ തന്നെ, രാവിലത്തെയും വൈകിട്ടത്തെയും കാര്യം. പക്ഷേ ഉച്ചയ്ക്ക് ഉണ്ടാക്കണത് ഇന്ന് രാത്രി കഴിക്കാൻ പോണത് ഒറ്റ പരിപാടി. എന്നെക്കൊണ്ട് വയ്യ രണ്ട് നേരം വയ്ക്കാൻ. അപ്പം രാത്രിയിലാണെങ്കിൽ അനിയനും വൈഫും മക്കളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാവിലെ ഉച്ചക്കത്തേക്കുള്ളത് വയ്ക്കുമ്പോൾ രാത്രിക്കും കൂടെ കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി അവർ വരുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ, കയറാൻ നിൽക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അരി വറക്കാതെ തന്നെ ഞാൻ എളുപ്പത്തിൽ അങ്ങോട്ട് ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ചേർക്കണില്ല കേട്ടോ, കയ്യിലുള്ള എന്തോ അത്. പിന്നെന്താ, ചിക്കൻ റോസ്റ്റായിട്ട് വയ്ക്കാം അല്ലേ? അതെ, ചിക്കൻ റോസ്റ്റാക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ വച്ചിരുന്നു ഞാൻ, തേങ്ങ നിറയ്ക്കാണ്ട് തന്നെ. അതും എളുപ്പ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ ദിവസവും വെച്ചതൊക്കെ തന്നെയാണ്, എന്നാലും രസമല്ലേ അല്ലേ ഇങ്ങനെ വയ്ക്കുമ്പോൾ എടുക്കുക. അപ്പോൾ കാണാത്തവർ കാണുക, കണ്ടവർ സ്കിപ്പ് ചെയ്തോളുക അല്ലേ, അല്ലാതെ എന്താ പറയുക. അങ്ങനെ നമ്മുടെ അരിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് കുതിരാൻ വയ്ക്കണം. ഇത് പിന്നെ ഒരു 3/4 കിലോ അരിയാണ്. പക്ഷേ അത് നമുക്കിപ്പോൾ ഒരു 7-8 പേരോളം കഴിക്കും ഏകദേശം. പിന്നെ നമ്മൾ ഇത്തിരി വെജിറ്റബിൾ ഇടുന്നുണ്ടല്ലോ ഇതിലേക്ക്, അപ്പോൾ വറക്കാതെയാണ് വയ്ക്കണത്. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുതിർത്തുന്നത് 10 മിനിറ്റ്. വറക്കുന്ന അരി വറക്കുന്ന രീതിയിലാണ് വയ്ക്കണമെങ്കിൽ ഞാൻ കുതിർത്താനൊന്നും വയ്ക്കാറില്ല. ഒന്ന് വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് ഇട്ടിട്ട് അപ്പോൾ തന്നെ കഴുകി വാരി ഊറ്റാൻ വയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക ചെയ്യാറ്. അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടി വന്നത്, കുറൊന്നും വയ്ക്കില്ല. ഇത് 10-15 മിനിറ്റൊന്നും നല്ലപോലെ കുതിർന്ന് പൊങ്ങാനുള്ള സമയം കൊടുക്കും, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് തുറന്ന് ഞാനിത് എന്തൊക്കെയാണ് ഉള്ളത് ഇതിലേക്കെന്നൊക്കെ നോക്കി ഇങ്ങനെ എടുത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിരിപ്പുണ്ട്, ഇതാ കണ്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി അത് വേറെ അന്വേഷിക്കണ്ടല്ലോ, എളുപ്പമായില്ലേ. ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചതച്ച് വെച്ചാലുള്ള ഗുണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ലോണം കുതിർന്ന് പൊങ്ങി വന്നപ്പോൾ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കേട്ടോ. അല്ലാണ്ട് വെള്ളത്തിൽ നിന്ന് വാരി അങ്ങോട്ട് ഇട്ടാൽ സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാരറ്റിനെ ഇങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തു, പച്ചമണം മാറ്റാന്ന് പറയില്ല, ആ പച്ചപ്പ് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബീൻസും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്കിങ്ങനെ വഴറ്റി മാറ്റാം. അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, ഇതെല്ലാം ആദ്യം വറുത്ത് പോരാം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതേ ചീനച്ചട്ടിയിൽ അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് അരി വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ ചോറിലേക്ക് ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങും. എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള ലെവലിലാണ് വെള്ളം വച്ചേക്കണത്. പിന്നെ അതിലും കൂടുതലൊക്കെ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അരിയുടെ വേവ് നോക്കി പാകത്തിന് ഏതെങ്കിലും ഡ്രെയിനറിലേക്ക് കൊട്ടയിലേക്കൊക്കെ ഊറ്റി മാറ്റിയിട്ട് എടുക്കാം, ചോറ് വേവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ല ഇതേമാതിരി വെള്ളം വെച്ചാൽ കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടും, കുഴഞ്ഞൊന്നും പോകാറില്ല. ഇനി നിങ്ങൾക്ക് ചൂടോടുകൂടി കുഴഞ്ഞൊന്നൊരു തോന്നൽ വരുവാണെങ്കിൽ തന്നെ ഒന്ന് വിടർത്തി ഒരു ട്രെയിലറ്റ് ഇട്ടാൽ മതി. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്ന സ്ഥിതിക്ക് നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വെള്ളം വറ്റാന്നല്ലാണ്ട് ചോറ് വേവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് അടച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാണ്ട് പാകത്തിനൊക്കെ കിട്ടും. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, ഉണ്ടോ? നല്ല പാകത്തിന് വെന്തിരിക്കുക, കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചോറൊക്കെ വെന്ത് വന്ന നേരം കൊണ്ട് ഞാനും ഒന്ന് മേക്ക് ഓവർ ചെയ്ത് വന്നു. ഒന്ന് പോയി മേലെ കഴുകി, തല മാത്രം കഴുകിയില്ല. തല കഴുകിയാലേ അടുപ്പിൻ്റെ വീട്ടിലും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തല കഴുകിയില്ല. പിന്നെ ഓരോത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം. നമ്മുടെ ചോറ് ഞാനൊന്ന് ഇളക്കിയിട്ട് തീയൊക്കെ ഓഫാക്കി നിർത്തുവാണ്. അതവിടെ ഇരുന്നൊക്കെ വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കാരണം ഇങ്ങനെ കട്ട് കുത്തിയെന്ന് തോന്നിയാൽ
ഇതൊന്ന് ശ്രദ്ധിച്ചേക്കും, കാരണം ചൂടോടുകൂടി ഇടയിട്ടൊക്കെയാണ് അടയ്ക്കണേ. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ നമ്മളുടെ ഉള്ളി അരിയാൻ തുടങ്ങി സാലഡിലേക്ക്, ചിക്കനിലേക്ക്. ഇത് ഇങ്ങനെ അല്ലാണ്ട് വേറെ രീതിയുണ്ട് അരിയാൻ, അറിയോ? ഇതിങ്ങനെ പകുതിയാക്കിയാൽ പറയൂ നീ. അങ്ങനെ തന്നെ ഇട്ടാലും മതി. പകുതിയാക്കണ്ട, നേരെ പകുതിയാക്കാം, രണ്ടാക്കാം. അച്ഛൻ കട്ടിങ്ങിനുണ്ട് ടേസ്റ്റ് കൊടുക്കും. വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചേട്ടെ. പോടാ. ഇതിങ്ങനെ വയ്ക്കുക കത്തിയെ, എന്നിട്ടുണ്ടല്ല കത്തി അവിടെ തന്നെ ഇരിക്കും. ഇതിങ്ങനെ ഓണായി പോവോ? പൊളിച്ചങ്ങട് ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. സംഭവം ഈസി. നീ എന്ത് പൊളിച്ചിട്ടാനാ? ഒന്നുമില്ല, പൊളിച്ചിട്ടാ രണ്ടാക്കി മുറിച്ച്. അപ്പോൾ ഇനി നമ്മളെ സവാളയൊക്കെ അരിഞ്ഞിട്ട് വന്നിട്ട് കാണാം അല്ലേ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി. കാതുള്ളതുകൊണ്ട് വലിയ പാടല്ലേ, കാതില്ലാത്ത ഉള്ളി വേണം. ഇത് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. നമ്മൾ എന്താ പറഞ്ഞത്, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലുണ്ടായിരുന്നല്ലേ പറയാം. എന്നാലും നല്ല പാകത്തിലുള്ള ഉള്ളി ഇഷ്ടമൊക്കെ എനിക്ക്, നല്ല ഉള്ളിയാണ്. പക്ഷേ ഏറ്റവും പ്രശ്നം ഇതാണ്, കാതൊരു ഇതാണ്, പോരായികയല്ല, അധികപ്പറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ഉള്ളിയിലാണ് വയ്ക്കണത്. നമ്മുടെ ചിക്കൻ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഉള്ളിയിലേക്കാക്കി. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ചൂടായിട്ട് വരട്ടെ. സവാളയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി അത് വഴറ്റണം, ഉണ്ടാക്കണം, അതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർക്കണം. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി, സവാള, പച്ചമുളക്, ഉപ്പ്, തൈര്. വേണമെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റ് ചേർക്കാം. ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, ചേർക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ട് നമുക്ക് ചോറുണ്ണാൻ തുടങ്ങാം. ചിക്കനെ ആക്കാം. വിശപ്പായി തുടങ്ങി, മണി 1:15. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്താണെന്നറിയോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, വെള്ളമുള്ളപ്പോൾ ആരും ഓയിൽ ഒഴിക്കരുത് കേട്ടോ. ചൂടായി വരുമ്പോൾ ഇങ്ങനെ ചെതറി പൊട്ടിത്തെറിക്കും, അറിയാമല്ലോ നമ്മുടെ കമ്പിത്തിരി പോലെ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ആയിരുന്നു, സാറില്ല വറ്റിയില്ല മുകളിൽ വെച്ച് ഓയിൽ ഒഴിച്ചെന്ന് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കയ്യോടെ തന്നെയാണ്. അപ്പോൾ പിന്നെ പൊട്ടിത്തെറിക്കത് പരിപാടി ഇനി നടക്കില്ലല്ലോ. അങ്ങനെ ആയാൽ പോലും അല്ലേ, നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇനി അപ്പോൾ ഇവർ നല്ലപോലെ വഴന്നു വരട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പാശാനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്നു വരും നമ്മുടെ സവാള കുട്ടികളെയുണ്ട്. പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ എടുക്കാനായിട്ട് ഈ കരിമ്പുരാന്നൊക്കെ ഉള്ളി വറുത്തിടണമാണല്ലോ, അതിൻ്റെ ഉള്ള ട്രിക്ക് പഞ്ചസാര കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട്, ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട്. ഉപ്പ് ഇത്തിരി കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചിക്കന് അത് കണക്കാക്കിയിട്ടൊക്കെ നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ വേഗം വഴഞ്ഞിങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി റെഡിയാക്കട്ടെ. ഞാൻ തക്കാളി അരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് റെഡിയായി വരുമ്പോഴേക്കും തക്കാളി അരിഞ്ഞെടുത്തോണ്ട് വരാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു കള്ളി എണ്ണാൽ മതി, ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ടല്ലോ. മൂത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണ്ടേ, ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഇവരിവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്നു വരുന്ന നേരത്ത് നമുക്ക് ഇവനെ പിടിച്ചിട്ടൊന്ന് അച്ചാറാക്കണം. ഇത് വീട്ടിലുണ്ടായതൊന്നും അല്ല കേട്ടോ, കടയിൽ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ വിഷ്ണുവിന് അത് കണ്ടപ്പോൾ ഒരു മോഹം മാങ്ങ അച്ചാർ. എനിക്കും ഇഷ്ടം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറുകൾ മാങ്ങ തന്നെയാണ്. പിന്നെ ചെറുനാരങ്ങ, അത് കഴിഞ്ഞിട്ടാണ് വടുവപ്പുളിനൊക്കെ സ്ഥാനമുള്ളൂ മറ്റേത് അച്ചാറിനും. ഏറ്റവും ഇഷ്ടം ഇതാണ്. അപ്പോൾ അവൻ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അച്ചാറാക്കാം നമുക്ക് ഇതിനെ. ഇപ്പോൾ ഒന്ന് അഴുക്കൊക്കെ പോയി കഴുകിയൊക്കെ എടുത്തിട്ടൊക്കെ വരട്ടെ. നമ്മുടെ സവാളക്കുട്ടികളൊക്കെ ഇങ്ങനെ വഴന്നു വന്നിട്ട് ഒന്നും കൂടെ ആവട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പറ്റ് പറ്റി ഞാൻ തൈരുണ്ടെന്ന് വിചാരിച്ച് സാലഡിലേക്ക് ഒഴിക്കാൻ കുറച്ചുണ്ടായുള്ളൂ. പിന്നെ ചിക്കനിനും കുറച്ച് തൈര് വേണ്ടേ. അപ്പോൾ ഒരാളെ ഓടിച്ചിട്ടുണ്ട്, ദേ വരുന്ന ഒച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ വട്ടം കഴിഞ്ഞ് ആ വീണ്ടും സാധനം കൂടിയോ. ഞാൻ ആവപ്പാടെ ഒരു തൈരും പാലും കുരുമുളകും ഓ അപ്പം ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല, അതിൽ കൂടുതൽ സാധനങ്ങളുണ്ടല്ലേ. ഓ
പിന്നെന്താ അതിങ്ങനെ slice ചെയ്ത് പപ്പായ പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷുഗറിൻ്റെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കും. എന്നിട്ട് നമ്മുടെ എന്ത് സാധനമാണ് റാഗിയിലേക്ക് ചേർത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥിരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അരിയിലേക്കാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഹെൽത്തി ഫുഡാക്കി ഇതിനെ എടുക്കും ഞാൻ. അപ്പോൾ നമ്മുടെ പപ്പങ്ങ ഇതുവരെ പഴുത്തിട്ടില്ല കേട്ടോ. എന്തായാലും അതുകൊണ്ട് തന്നെ അത് പഴുക്കണ വരെ ഇവനെ എടുക്കാം, പഴുത്തില്ലെങ്കിൽ അവനെ പച്ചയായിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിൽ കയറ്റാൻ പോവാണ്. ഇതിപ്പോൾ ശരിക്കും ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ സംഭവം. അവനെ പറഞ്ഞു വിട്ടാൽ ഇതിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ അതിനും ഭേദം നമ്മൾ പോവുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടിപൊളി. പണ്ട് അവനെ ഡേ കെയറിൽ വിടുമ്പോൾ പറയായിരുന്നു കേട്ടോ ഇതുപോലെ. ഞാൻ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അപ്പം ഇത് എടുക്കട്ടെ, ഇത് ഞാൻ പാത്രത്തിലേക്ക് ആക്കട്ടെ എന്നിട്ട് പറയാം. ഇനിയിപ്പോൾ നമ്മുടെ സവാള കുട്ടികളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും ചേർക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവരങ്ങോട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വേഗം നമുക്ക് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വിഷ്ണു പറഞ്ഞു തന്ന ഐഡിയ ആയ റൗണ്ടിൽ അരിയാൻ അതാണ് ഞാൻ ചെയ്തേക്കണേ. അപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ കെയറിലാക്കാൻ നടന്നു പോകണ ദൂരമേ ഉള്ളൂ നമുക്ക്. അപ്പോഴേ ഇവിടെ ജോലി ഉള്ള സമയം ഞാൻ കൊണ്ടാക്കണം, കൊണ്ടാക്കും, വിളിച്ചോണ്ട് ഞാൻ വരണം. ഞാൻ വിളിച്ചോണ്ട് വരാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഓട്ടോ വിളിച്ചാൽ വന്നേട്ടോ, ഓട്ടോയ്ക്ക് അന്ന് 30 രൂപ 40 എത്രയാണ് അല്ലേ? 10 രൂപയൊന്നുമല്ല, അയ്യോ 30 രൂപ ആണ് എൻ്റെ വന്ന. ഇപ്പം മെഡിക്കൽ സെൻ്ററിൽ മിനിമം ചാർജ് 30 ഇപ്പം അല്ലല്ല. എന്തായാലും അതെ അല്ലേ. അപ്പോൾ 10 15 രൂപ 12 അല്ല, എൻ്റെ ഓർമ്മയിൽ 10-15 ഉണ്ട്. എന്തായാലും 30 അല്ലെങ്കിലും എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്തിനാ ശുഭ ഈ 15 രൂപ കളഞ്ഞ് അവനെ വിളിച്ച് നടന്നു വന്നാൽ പോലെ ചോദിക്കും. നടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ 15 പകരം 35-55 ചിലവാക്കേണ്ടി വരും. അതിനും ഭേദം കളിപ്പാട്ടം വാങ്ങിക്കണം. അത് നേരെ കയറും, അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിടിച്ച് വലിക്കും എന്നെ പിടിച്ചിട്ടവൻ. നേരെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലത്തെ കടയുണ്ട് കേട്ടോ. അവിടെ ഈ ചെറിയ കുഞ്ഞി ഫാന് കളിപ്പാട്ടങ്ങളൊക്കെ 5 രൂപ 10 രൂപ 2 രൂപ 1 രൂപ അങ്ങനെയൊക്കെ വിലയുള്ളതാണ്. പക്ഷേ എന്നാലും അവർ ശീലമാക്കണ്ടല്ലോ എന്ന് ചോദിക്കും ഞാൻ. അങ്ങനെയാണ് ഞാൻ ഓട്ടോ വിളിച്ച് വരും അവനെ. അതാണ് പറഞ്ഞത്. ഇപ്പം അവനെ വിട്ടാൽ ഇപ്പോഴും ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ അവൻ്റേതായ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൽ. അതിൽ നല്ലത് നമ്മൾ തന്നെ പോവുക. അങ്ങനെ നമ്മുടെ തക്കാളി കുട്ടികളൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ റെഡിയായിട്ടൊന്ന് ഉടഞ്ഞൊക്കെ വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ചേർക്കാം കേട്ടോ. അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ ഐഡിയ പ്രയോഗിച്ചിട്ടുണ്ടോ. മിൽമ തൈരിന് പുളി കുറയും. അപ്പോൾ പച്ചക്കറി കടയിൽ കിട്ടുന്ന തൈര് വാങ്ങിച്ചു. അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ തൈരിൻ്റെ ഭയങ്കര കട്ടിപ്പും അല്ല, മോരിൻ്റെ ഭയങ്കര ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് വേണ്ടത്, കാരണം സാലഡല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ പാകത്തിന് കിട്ടുകയും ചെയ്യും, പുളിയും പാകമാവും. എൻ്റെ ചിക്കനിലേക്കും സാലഡിലേക്കും പോരാത്ത തൈരും ആവും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി അല്ലേ? അപ്പം വല്ലപ്പോഴും ഒക്കെ ഒരു ലെങ്തി വീഡിയോ ഒക്കെ ആവാം അല്ലേ? ഓ എൻ്റെ അമ്മോ, അവിടെ ദേ ഒരാൾ ഐസ് എടുക്കണേ, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണം വീണ്. അപ്പോൾ എൻ്റെ സാലഡിലേക്കുള്ള തൈര് ഞാൻ ഇതിലേക്ക് പോരാത്ത ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഉണ്ടാക്കണത് എന്താണെന്ന് വിചാരിക്കണ്ടോ, വൈകുന്നേരം അനിയനും ഫാമിലിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉച്ചയ്ക്കുമായി രാത്രിയിലത്തേക്ക് ഒന്നിച്ചായല്ലോ. വൈകുന്നേരം വന്നിട്ട് പിന്നെ രാത്രി കിടന്ന് പണിയെടുക്കാൻ നിൽക്കണ്ടല്ലോ ഞാൻ. ഇപ്പം തന്നെ കുറേ നേരം നിൽക്കുമ്പോൾ കാലിനൊക്കെ ഒരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവരിവിടെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ ഒഴിക്കാമെന്നാണ് പറയണേ. അതായിക്കോട്ടെ, ശരി. ആയിക്കോട്ടെ, ഒന്ന് നോക്കി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. മതി 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 മതി. ഓ മതി. അതെടാ. തക്കാളിക്ക് ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ലോണം ഒന്നും ഉടഞ്ഞോട്ടെ. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ മസാല പറ്റി വെച്ചതാട്ടോ. തൈര് ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചു. ഇനി തൈരും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. കുരുമുളക് പൊടി വേണം. മതി 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 മതി. ഇത് മിക്സ് ചെയ്ത് വെച്ചു. നമ്മളിത്തവണ കുരുമുളക് പൊടിയായിട്ടാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ പൊടിച്ചെടുക്കാനൊന്നും നേരമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ കാണാം. ഇനിയിപ്പോൾ ഇഞ്ചിയും പച്ചമുളക്
സോറി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇടാം. ഇനിയും പതുക്കെ പതുക്കെ മസാലകൾ ഇടാം. ഇതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇവരുടെ കളറൊക്കെ ഒന്ന് മാറും. ഇനി നമുക്ക് കുറേശ്ശെ മസാലകൾ ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് ആശാൻ അവൻ ഇത്തിരി കയറി കിടക്കട്ടെ അല്ലേ. തീയെല്ലാം നല്ലോണം താത്തി വെച്ചിട്ട് ഞാൻ ഇടണം കേട്ടോ, കാരണം ഇളക്കിയിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ചിക്കനെ ഞാനൊന്ന് കുക്കറിൽ ഒറ്റ വിസിൽ വരുത്താൻ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ആവില്ല. 2 ദിവസം കൂട്ടാമല്ലോ, 3 വാങ്ങിയില്ല പടം. അപ്പോൾ ഇനി ചിക്കൻ മസാല ഇനി ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടോ നമ്മുടെ അടിപൊളി മസാല റെഡി. ഇനി നമ്മൾ വേവിക്കാൻ വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇങ്ങോട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ച ശേഷം കാണാം കേട്ടോ. അപ്പം നമ്മളുടെ മാങ്ങയത് വലിയ കറുപ്പൊന്നും ഇല്ലാത്തതിന് കുറച്ചൊരു തൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കലങ്ങി പോവില്ലേ. ബാക്കി ഒന്ന് നമ്മൾ അധികം തൊണ്ട് കളയാത്ത രീതിയിൽ മീതേന്നൊന്ന് ചെത്തി മാറ്റില്ലേ, പച്ചപ്പ് നിർത്തിക്കൊണ്ട് അങ്ങനെ ചെത്തി എടുത്തു. ഇനി നമുക്കിതിനെ കുരു 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 കുരാന്നങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അടുക്കളയിലെ പണി എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കറിൽ നിന്ന് ചിക്കൻ തുറന്നു, നമ്മുടെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അവരവിടെ കിടന്നിട്ട് കൂട്ടുകൂടി യോജിപ്പായിട്ട് വരട്ടെ. ഇപ്പോൾ എല്ലാവരും പിണങ്ങി പിരിഞ്ഞിരിക്കുക. അപ്പോൾ അവരൊക്കെ കൂടെ അങ്ങോട്ട് യോജിച്ച് വരുമ്പോൾ നമുക്കിന്ന് കാണാം. പിന്നെ അവരെ യോജിപ്പിക്കാനായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ടിപ്പുകളൊക്കെ ചേർക്കുന്നുണ്ട്, അവൻ്റെ വക, ആരാന്നറിയാമല്ലോ. തക്കാളി ലാസ്റ്റ് കുറച്ചുകൂടി വെറുതെ അരിഞ്ഞിടണം മുകളിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാം പാകമായതിന് ശേഷമേ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ മല്ലിയില ഇടണം, കരിവേപ്പില വേണമെങ്കിൽ ഇടാം. ഞാൻ കരിവേപ്പില ഇടാന്ന് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കരിവേപ്പില, നമ്മുടെ വീട്ടിലെ കരിവേപ്പില തന്നെയാണെങ്കിൽ ഞാൻ ഇടാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇടില്ല. അപ്പോൾ വീട്ടിൽ കരിവേപ്പില ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ തോന്നി കരിവേപ്പില ഇടാമെന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ എന്താ ചെയ്യുക, കരിവേപ്പില ഇടുമോ ഇല്ലയോ എനിക്കറിയില്ല. അപ്പോൾ അവിടെ നല്ല തകൃതിയായ പരിപാടിയിലാണവൻ. അപ്പം ഞാനിത് അരിഞ്ഞിട്ട് ഇപ്പം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കൂട്ടാട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഈ മാങ്ങാക്കറിയൊക്കെ സദ്യക്കാരൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെയാണ്. അപ്പം അരിഞ്ഞ് അപ്പം ഉണ്ടാക്കുകയില്ല, നമുക്ക് അറിയാൻ പറ്റും ഫ്രഷ് ആണെന്നുള്ളത്. അപ്പം തക്കാളി അരിഞ്ഞാൽ അറിയാം. അതിനവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ കൂട്ടുകൾ, അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി ഇല്ല കേട്ടോ, മുളക് പൊടി, പിന്നെന്താ നമ്മുടെ ഉലുവ, കായം പൊടിച്ചത്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ആണ് നമ്മുടെ അച്ചാർ റെഡിയാക്കണേ. എന്നിട്ട് വേണമെങ്കിൽ കടുക് വറുത്താൽ മതി. ഒന്ന് കടുക് വറുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇട്ടാൽ മതി. തക്കാളി വട്ടത്തിലരിയാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ലാസ്റ്റ് തക്കാളി ഇടുന്ന ചിക്കൻ റെഡി ആയതുകൊണ്ട് അതിനുള്ള തക്കാളി കേട്ടോ, അതും വട്ടത്തിൽ തന്നെ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിടണേ. അപ്പോൾ എരിവും പുളിയൊക്കെ ചെറുതായിട്ട് പിടിക്കുകയും ചെയ്യും, തക്കാളി അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറിനെ വേഗം കൂട്ടാൻ പാകത്തിനാക്കിയെടുക്കും. സദ്യക്കാരൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ഒന്ന് കടുകും ഇത്തിരി ഉലുവ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇടുന്നതാണല്ലോ, അതുകൊണ്ട് ഉലുവപ്പൊടി ഇടണമെന്നില്ല. സോറി, ഉലുവ കടുക് ഇറക്കണമെന്നില്ല. പിന്നെ എന്താ, കടുകും കരിവേപ്പിലയും മാത്രം ഇട്ട് മൂപ്പിച്ചെടുക്കാം. കരിവേപ്പില ഇടണമെന്നില്ല, ഇടാം. വെറുതെ കടുക് മാത്രം ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൂട്ടി ചേർത്ത് വെച്ചേക്കണ മാങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി സ്വല്പം തിളച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചാൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഇപ്പം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് വിളമ്പാൻ നേരത്തെടുത്ത് കൂട്ടാൻ പറ്റും. കാരണം ഒന്ന് വാടി കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് പിടിക്കുമല്ലോ. പിന്നെ മാങ്ങയാണല്ലോ, നാരങ്ങ പോലെ സമയമൊന്നും വേണ്ട മാങ്ങയ്ക്ക് പിടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. അപ്പോൾ നമ്മുടെ തക്കാളി ഇതാ റെഡി. അത് മതിയല്ലോ. അത് പൈനാപ്പിൾ എന്തിലേക്കാണ്? ചിക്കനിലേക്ക് തന്നെ. അപ്പം മാങ്ങ അരിഞ്ഞിപ്പോൾ വെക്കണ്ട, ഉച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടേ? രാത്രിക്ക് മതിയാ? അപ്പം അപ്പോഴേക്കും ഒന്നും കൂടെ നല്ലോണം പിടിക്കുകയും ചെയ്യും അല്ലേ. അപ്പം എന്നാൽ മോനെ പലകയും എടുത്തു. പൈനാപ്പിൾ മേശം വെച്ച് അരിയാൻ പറ്റില്ല. പ്ലേറ്റ് എങ്ങനെ അരിയണ്ടേ? അത് സാലഡിലേക്ക് എടുക്കാം. അല്ല, ഇത് എങ്ങനെ അരിയണ്ടേ? കുനുകുനെ കുനുകുനെ ഒരു പാട്ടുണ്ടല്ലോ, കുനുകുനെ. എന്താണ് പാട്ട്? മറന്നു പോയി. മക്കളൊക്കെ തീ കൂട്ടാന്ന് വിചാരിച്ചിരിക്കും.
ഇത് തൊണ്ട് കളഞ്ഞ് കൂഞ്ഞിൽ കളഞ്ഞ്, കൂഞ്ഞിൽ കഴിക്കരുതെന്ന് പറയണേ കേട്ടോ. ചിലതൊക്കെ വെറുതെ കടിച്ച് തുപ്പണേ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കരുതെന്നാണ് ഞാൻ കേട്ടേക്കണേ. ഈ പൈനാപ്പിളിൻ്റെയൊക്കെ കൂഞ്ഞിൽ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊന്ന് കഴുകിയ ശേഷം നമുക്ക് കുനുകുന അരിയാം. കുനുകുന. പിന്നെ അത് വലിയ വീഡിയോ അല്ലേ, രസമല്ലേ എന്നേ, വല്ലപ്പോഴൊക്കെ അല്ലേ. ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ നമുക്കതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റൂ. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ ഇടുന്നില്ല, കാരണം ടൈം ഉണ്ടാവില്ല എഡിറ്റ് ചെയ്തിടാനൊന്നും. പക്ഷേ ഇന്ന് ഇടേണ്ട ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്പിലേക്കൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. എന്നിട്ടും എനിക്കത് എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പറ്റും വൈകുന്നേരത്തേക്ക് ഇടാമെന്ന് വിചാരിക്കുക ഞാൻ. എന്നിട്ട് അതുകൊണ്ടാണ് ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആയിപ്പോണേ. ശരിക്കും ഞാൻ പണ്ടൊക്കെ സ്ഥിരം 10:45 11 മണിക്ക് ഉള്ളിൽ വീഡിയോ ഇട്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം എനിക്കത് പറ്റണില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് എഡിറ്റ് ചെയ്ത് റെഡിയാവില്ല. തലേന്ന് എഡിറ്റ് ചെയ്താൽ മതി, പക്ഷേ തലേന്നും അതൊക്കെ വിചാരിച്ചൊക്കെ വെക്കും, പകുതി ആവുള്ളൂ, മുഴുവനാവില്ല. ചിലപ്പോഴൊക്കെ റെഡിയായി കിട്ടും. എനിക്ക് ആ 11 മണിയാണ് എൻ്റെ ഇഷ്ട സമയം. അപ്പം നിങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന നേരം അതല്ലേ, 11 മണിയാകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ വെറുതെ ഒരു ടൈം പാസ് എന്ന രീതിയിൽ കാണാം. പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ, പാചകങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രസമല്ലേ ഇത് ആ സമയത്തൊക്കെ. അതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് അല്ലേ, നമ്മുടെ സന്ധ്യക്കത്തെ പരിപാടികളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോരുടേതായ രീതിയിൽ. അതെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഫ്രീ ടൈമാണ് 7 മണി. അപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 11 മണിയായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും നല്ലത് തന്നെ. വൈകുന്നേരം ആകുമ്പോൾ 7 മണി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണെങ്കിലും എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വീട്ടിലെത്തുന്ന സമയമൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് സ്ഥിരമായിട്ട് കണ്ട് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ചാനലൊക്കെ ആകുമ്പോൾ ആൾക്കാർ നോക്കിയിരുന്നൊക്കെ കാണും ആ സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ. പക്ഷേ അല്ലാത്തൊക്കെ നമുക്ക് എന്നെപ്പോലെയൊക്കെ ഉള്ള ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് തുടങ്ങിയിട്ട് പിന്നെ നിർത്തിപ്പോയതുകൊണ്ട് ആണ് എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കയറി വരാം. അപ്പോൾ ഞാൻ കഴിയുന്നതും 11 മണി അല്ലെങ്കിൽ 3 മണി അതിനുള്ളിലാണ് ഇടാൻ ഉദ്ദേശിക്കണേ. 3 മണി നേരം കുറച്ചൊരു ഫ്രീ ടൈമാണ്. നമുക്ക് വലിയ ജോലി തിരക്കൊന്നും ഇല്ലാത്ത സമയമാണല്ലോ. അപ്പോൾ 3 മണി 4 മണി വരെയുള്ള സമയമൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കിലേക്ക് പോകും. അപ്പം നമ്മൾ ആ ടൈമിൽ അല്ലെങ്കിൽ 11 മണി ഈ ടൈമിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ പറയണു, ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കണ്ടാവില്ലേ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാട്ടോ. എന്തായാലും നമ്മുടെ പൈനാപ്പിളിനെയൊക്കെ ഞാൻ അതിനിടയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ട് വേണം കുനുകുനാ അരിയാൻ. തക്കാളി ആദ്യം ഇടാൻ പോണേ. തക്കാളിയിൽ ഒന്ന് തിള നിർത്തുന്നതിന് മുമ്പുള്ള ഒരു തിള തക്കാളിക്ക് കിട്ടണം. അപ്പോൾ ഒരു എന്താ പറയുക, എരിവും പുളിയൊക്കെ ചെറുതായിട്ട് അതിലേക്ക് കയറും. പൈനാപ്പിളിന് അത് വേണ്ട, പൈനാപ്പിളിൻ്റെ ആ മധുരം രുചി അവിടെ കിടക്കുന്നതല്ലേ നല്ലത്. പൈനാപ്പിൾ നമുക്ക് ലാസ്റ്റ് ഇടാം. ചോറിലേക്ക് പൈനാപ്പിൾ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ. ഫ്രൈഡ് റൈസ് അല്ലേ ഉണ്ടാക്കി? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പൈനാപ്പിൾ ഇടണം. കുറച്ചിട്ടോ. കുറേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഫ്രൈഡ് റൈസിൽ ഞാൻ മിക്കവാറും ക്യാരറ്റും ബീൻസും ഇടണേ. പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ക്യാബേജ് ഇടാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നും ഞാൻ ഇടാറില്ല. ഗ്രീൻ പീസ് ഇടാറുണ്ട് ഫ്രൈഡ് റൈസിൽ. പക്ഷേ ക്യാബേജ് ഇട്ടാലും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കില്ല, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ക്യാബേജിനെ നിർത്തി. എനിക്കത്ര ക്യാബേജ് ഫ്രൈഡ് റൈസിൽ ഇടുന്നതുകൊണ്ടൊരു താല്പര്യം തോന്നിയില്ല. പിന്നെ കോളിഫ്ലവറും അത്ര ബിരിയാണി ഒരു സുഖമല്ല ഫ്രൈഡ് റൈസിൽ ഇട്ട് കഴിഞ്ഞാൽ. വെജിറ്റബിൾ ബിരിയാണി. അതെ. 40 years. നവ്യ ബേക്കറിയാ? 40 വർഷം. നമ്മുടെ എടപ്പള്ളി അങ്ങാടിയിലുണ്ട്. കുറച്ച് കാലമായി വന്നിട്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് സ്നാക്സ്, സ്വീറ്റ്സ്, കേക്ക് അസോസിയേഷൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കേക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്തോ? അത് ചെയ്തിട്ട് 2-3 ദിവസം. 3 കിലോ കേക്കാ? പ്ലം കേക്കല്ലേ? പ്ലമ്മാണ് കട്ട് ചെയ്യുക. പ്ലേറ്റിലേക്ക് ഇട്ടേക്കട്ടെ. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്. പ്ലമ്മാണല്ലോ ക്രിസ്മസിന് കട്ട് ചെയ്യുക. അതും വൈനാണ് കൊടുക്കുക. എനിക്കിഷ്ടം ക്രീം കേക്കുകളോടാണ്.
ഈ അങ്ങനെ അങ്ങനെയല്ല, ക്രിസ്മസിൻ്റെ അല്ല. ക്രിസ്മസ് ഓരോ ഫംഗ്ഷനും ഓരോ രീതിയുണ്ട്. അതെ, അതെനിക്കറിയാടാ, അറിയാഞ്ഞിട്ടല്ല ഞാൻ പറയത്. എനിക്ക് ഈ ക്രീം സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. ബർത്ത്ഡേക്കാണ് ക്രീം കേക്ക് വാങ്ങിക്കാതെ, ബർത്ത്ഡേ, കല്യാണം, വെഡിങ് ആനിവേഴ്സറി, അതിനൊക്കെയാണ് ക്രീം കേക്ക് വാങ്ങിക്കുക. അപ്പം നമ്മുടെ പൈനാപ്പിൾ കുട്ടിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞത്, അപ്പം 3 കിലോ ബിരിയാണി മാറുന്നല്ലേ, റൈസ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് എന്നുള്ളത് മാറും. ഇല്ല ഇതിടാം, മറ്റേ കോളിഫ്ലവർ ഇട്ടാൽ അല്ലേ. ബിരിയാണിയോ? വെജിറ്റബിൾ ബിരിയാണി, ശരവണ ബിരിയാണി. എനിക്ക് അത്ര ഇഷ്ടമല്ല ബിരിയാണി. എനിക്ക് ശരവണയിലെ വെജിറ്റബിൾ ബിരിയാണി അടിപൊളി. അതെയോ? പ്രാവശ്യം ഒന്നും വാങ്ങിക്കണം, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ശരവണയിൽ കയറുന്നത് വെജിറ്റബിൾ ബിരിയാണി വാങ്ങിക്കാം നമുക്ക്. സുരേഷാണ് പറയുന്നത്. സുരേഷ് അങ്കിൾ അവിടെ ഉണ്ടായ പാട്ട് പഠിക്കാൻ പോയ ലൈഫ്. ഓ മനസ്സിലായി എനിക്ക്. മറ്റേ നീലാണ്ട മാഷിൻ്റെ മോൻ സുരേഷ് അങ്കിൾ. ഒരു ദിവസം ഞാനും അച്ഛനും കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, വഴിക്ക് വെച്ച് കണ്ടിരുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടെ ആരൊക്കെയോ നമ്മൾ 3 പേരും നമ്മൾ ഇതേപോലെ പാർസൽ മേടിക്കാൻ വെയിറ്റ് ചെയ്യാം. അതെ, ഇതിപ്പോൾ ലൈവ് പോലെ അങ്ങനെ പോകൂലേ. അപ്പം ഇതിവിടെ നിർത്തിയിട്ട് ആഹാരമൊക്കെ റെഡി ആയിട്ട് കാണാട്ടോ നമുക്ക്. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നീണ്ടു പോകും വീഡിയോ. ഇപ്പം തന്നെ നല്ലോണം നീണ്ടിട്ടുണ്ടാവും. പിന്നെ അച്ചാർ നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പറ്റുവാണെങ്കിൽ അതും കൂടെ കാണിക്കാം എന്തായാലും. അങ്ങനെ നമ്മുടെ ചിക്കൻ കുട്ടികളൊക്കെ തിളച്ച് റെഡിയായി തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കുട്ടികളെയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തൊരു സാധനം എന്താണ്, നമ്മളിപ്പോൾ അരിഞ്ഞില്ലേ, അവനെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി പാകത്തിനായ നിർത്താം. അങ്ങനത്തെ അവനെയും ഇട്ട് കൊടുത്തു. പിന്നെ വെറുതെ നട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ നട്ട്സ് ഇട്ടുള്ളതൊക്കെ റൈസിലേക്ക് ഇട്ട് കൊടുത്തു പോയി. നട്ട്സ് അരച്ച് ചേർക്കാം, അതൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ടല്ലേ. വൈകിട്ട് നോക്കിയാൽ മതി, ഓണാക്കിയാൽ മതി. ഇപ്പോഴെടുക്കാണല്ലോ ചിക്കൻ. ഇപ്പോൾ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അത്ര ഉള്ളൂ. അപ്പോൾ ചിക്കൻ റെഡി കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനിയും അതെ, ആ സൈഡൊക്കെ നല്ലോണം കുറുകി മിക്സ് ചെയ്യാത്ത കുഴപ്പമുള്ളൂ. നമ്മുടെ ചിക്കൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും അവൻ സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ടാൽ മതി. അത് വൈകുന്നേരം കഴിക്കാൻ നേരത്ത് കുറച്ച് മുമ്പ് ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം കണക്കാക്കണ്ട. ഇതിപ്പോൾ നമ്മൾ ഉരുളിയാണ്, ഓടിൻ്റെ ഉരുളിയാണെങ്കിൽ ഒട്ടും പറയണ്ട, ഇത്രയും കൊണ്ട് നേരത്തെ നിർത്താം. ഇതിപ്പോൾ ഇൻഡാലി ആണ്. പക്ഷേ നമ്മൾ കഴിക്കാനാകുമ്പോഴേക്ക് ഇവനൊക്കെ വറ്റി വരണ്ടിരിപ്പുണ്ടാവും. നല്ല ചിക്കൻ റോസ്റ്റ് അടിപൊളി തയ്യാർ. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസിനെ കഴിക്കാം, സാലഡും കൂട്ടിയിട്ട്. ഇതൊന്ന് സെറ്റായി വരട്ടെ. സമയം എത്രയായിട്ടറിയോ? 2:45. ഇനിയും നമ്മുടെ മാങ്ങ അച്ചാറാക്കാനുണ്ട്. അത് ഞാൻ വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഞാനിത് നോക്കാം അല്ലേ. ചിക്കൻ്റെ ടേസ്റ്റ് അല്ലേ, ചിക്കനൊക്കെ എടുക്കണ്ട വെച്ചാൽ രാത്രി എടുക്കാന്ന് വെച്ചേ. പിന്നെ കുറച്ചെടുത്തു റൈസ്. പിന്നെ ഈ വൈകുന്നേരം അവർ വരുമ്പോൾ എടുക്കാൻ പറ്റി എടുക്കാം, അത്രേ ഉള്ളൂ. നമുക്കറിയില്ല, വർത്താനം തിരക്കിലൊക്കെ. എന്തായാലും സംഭവം സൂപ്പർ. ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകി ചിക്കനായിട്ട് ചേർന്നു. നമ്മളിത്തിരി ഗ്രേവി രീതിയിൽ തന്നെ വെച്ചതാണ്. അപ്പം വിഷമിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നിർത്തിയിട്ട് പിന്നെ വരാം, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. പിന്നെ എന്താ, വേറെ ഒന്നുമില്ല. നമ്മുടെ അച്ചാറിൻ്റെ കൂടെ ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ട് വെച്ചേക്കണതുകൊണ്ട് അത് വൈകുന്നേരത്തേക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് ബാക്കി സാധനങ്ങൾ ഇടുമ്പോൾ അതിൽ മസാലയൊക്കെ പിടിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അതെ, വീഡിയോ ഇത്തിരി ലെങ്ത് ആയിപ്പോയി, സാറില്ല, ഒരെണ്ണമൊക്കെ അങ്ങനെ ആവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും പറയണു അല്ലേ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തണമല്ല കേട്ടോ. ഒരുപാട് ഇനിയും ലെങ്ത് ആയി പോവില്ലേ. അടുത്ത വീഡിയോ കാണാം അച്ചാറിന്. ഇത്രയും വലിയ വീഡിയോ എടുത്തിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.